പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര മന്ത്രിസഭയുടെ നിർണായക യോഗം ഇന്ന് ചേരും. വൈകിട്ട് 4 മണിക്ക് സേവാ തീർത്ഥിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണ് യോഗം. എല്ലാ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരും സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, പ്രധാനമന്ത്രി വിദേശയാത്ര കഴിഞ്ഞെത്തിയതിനു ശേഷമുള്ള ആദ്യ യോഗമാണ്. പ്രത്യേകിച്ച് ഈ പശ്ചിമേഷ്യൻ സംഘർഷമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും ഈ യോഗത്തിന്റെ പ്രധാന അജണ്ട? വെരി ഗുഡ് മോർണിംഗ് പ്രവിത, ഗോകുൽ. ഏറ്റവും നിർണായകം എന്നുള്ളത് പ്രധാനമന്ത്രി വിദേശ പര്യടനം കഴിഞ്ഞ് മടങ്ങിയെത്തി മണിക്കൂറുകൾക്കകമാണ് ഇത്തരത്തിൽ ഒരു യോഗം വിളിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ്. പ്രധാനമന്ത്രി വിദേശ പര്യടനത്തിനിടെ തന്നെയാണ് എല്ലാ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരോടും സഹമന്ത്രിമാരോടും ഉൾപ്പെടെ ഈ ഡൽഹിയിൽ തന്നെ തുടരണം എന്ന നിർദ്ദേശം നൽകുന്നതും തുടർന്ന് ഈ മന്ത്രിസഭാ യോഗത്തിന്റെ പങ്കെടുക്കണമെന്നുള്ള നിർദ്ദേശം നൽകുന്നതും. ഇന്ന് വൈകിട്ട് 4 മണിക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിൽക്കുന്ന പുതിയ കെട്ടിടം സേവാ തീർത്ഥിലെ ഓഫീസിൽ വെച്ചാണ് ഈ യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ പ്രധാനമായും രാഷ്ട്രീയ സാമ്പത്തിക വിഷയങ്ങളായിരിക്കും യോഗത്തിന്റെ അജണ്ട എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. അതിൽ ഏറ്റവും പ്രധാനം പശ്ചിമേഷ്യയിലെ സംഘർഷം തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ അത് രാജ്യത്ത് വലിയ തോതിൽ തന്നെ ഇന്ധനക്ഷാമം അടക്കമുള്ള പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നു. തുടർന്ന് ഇതിനെക്കുറിച്ച് നിരീക്ഷിക്കുന്നതിനായി സൂക്ഷ്മമായി സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനായി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കമുള്ളവർ ഉള്ള ഒരു ഉന്നതാധികാര സമിതിയെ രൂപീകരിച്ചിരുന്നു. ഈ സമിതി സാഹചര്യങ്ങൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. ഈ സമിതിയുടെ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയായേക്കും എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ ഒരു സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള പുതിയ തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുഴുവൻ ക്യാബിനറ്റ് യോഗത്തിൽ അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗത്തിനിടെ കോവിഡ് കാലത്തിന് സമാനമായ നിയന്ത്രണങ്ങളിലേക്ക് ജനങ്ങൾ സ്വയം പോകണമെന്ന ആഹ്വാനം നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ, നിർദ്ദേശങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് ഏറെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് സാഹചര്യങ്ങൾ പ്രതിരോധിക്കുന്നതിനായി സ്വീകരിക്കേണ്ട നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഇന്നത്തെ യോഗത്തിന് ശേഷം പ്രതീക്ഷിക്കുന്നുണ്ട്. ഗൂഗിൾ, പ്രവിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.